ഹായ് ഓൾ, എല്ലാവർക്കും KS മെന്ററിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന സെഷനിലെ ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്ന ഒരു പോർഷനാണ്. അപ്പോൾ ഇൻപുട്ട് ഡിവൈസസിനെ കുറിച്ചുള്ളൊരു സെഷൻ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അത് കാണുക. ഞാൻ ഐ ബട്ടണിൽ ആ വീഡിയോയുടെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഔട്ട്പുട്ട് ഡിവൈസസ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എന്താണ് ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ? അപ്പോൾ അതിനു മുന്നേ എന്താണ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ? നമ്മൾ ഇൻപുട്ട് ഡിവൈസസ് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്ന ഡേറ്റ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷനെയാണ് നമ്മൾ ഇൻപുട്ട്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ നമുക്ക് തിരിച്ചു തരുന്ന ആ ഒരു ഡേറ്റ അല്ലെങ്കിൽ ആ ഒരു ഡിസ്പ്ലേ ആണ് നമ്മൾ എന്നറിയപ്പെടുന്നത് ഔട്ട്പുട്ട് എന്നറിയപ്പെടുന്നത്. അതുപോലെ ഔട്ട്പുട്ട്സ് തരാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസസിന് നമ്മൾ എന്തെന്ന് പറയും? ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയും. അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് ഈ കമ്പ്യൂട്ടർ തരുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഏത് ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് ആവാം, അല്ലെങ്കിൽ സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് ആവാം, അല്ലെങ്കിൽ ഓഡിയോ ഔട്ട്പുട്ട് ആവാം. ഏത് ടൈപ്പുള്ള ഔട്ട്പുട്ട്സും ആവാം. ഈ ഹാർഡ് കോപ്പി ഔട്ട്പുട്ട്സ് തരുന്ന ഡിവൈസസിന് ഉദാഹരണങ്ങൾ പ്രിന്ററും പ്ലോട്ടറും ഒക്കെയാണ്. അതുപോലെ സോഫ്റ്റ് കോപ്പി തരുന്നത് എന്താണ്? നമ്മളെ മോണിറ്റർ അല്ലേ? നമ്മളെ മോണിറ്ററിൽ നമുക്ക് എന്താ തരുന്നത്? ഡിസ്പ്ലേ ചെയ്യുന്നത് ഔട്ട്പുട്ട്സ്. സോ ഇനി ഓഡിയോ ഡിസ്പ്ലേ അല്ലെങ്കിൽ ഓഡിയോ ഡിസ്പ്ലേ ചെയ്യുന്ന ഡിവൈസസ് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത് സ്പീക്കർ അല്ലേ? സ്പീക്കർ നമുക്ക് എങ്ങനെയാണ് ഔട്ട്പുട്ട് തരുന്നത്? ഓഡിയോ രൂപത്തിലാണ് ഔട്ട്പുട്ട്സ് തരുന്നത്. അപ്പോൾ ഇത്രയാണ് ബേസിക് ആയിട്ട് ഔട്ട്പുട്ട് ഡിവൈസസിനെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓരോ ഔട്ട്പുട്ട് ഡിവൈസസിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇൻപുട്ട് ഡിവൈസസിൻ്റെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ, നമ്മൾ SCRT ബേസ്ഡ് ആയിരിക്കും ഈ ഒരു ഡിവൈസസ് എല്ലാം കവർ ചെയ്യാൻ പോകുന്നത്. നോക്കാം. ആദ്യമായിട്ട് വരുന്നത് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് അഥവാ VDU എന്ന് നമ്മൾ പറയും കേട്ടോ. അപ്പോൾ പേര് സൂചിപ്പിക്കും പോലെ തന്നെ വിഷ്വലി ഔട്ട്പുട്ട്സ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസസ് ആണ് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. എക്സാമ്പിൾ ചെയ്താൽ നമ്മളെ മോണിറ്റർ അല്ലേ? നമ്മളെ മോണിറ്റർ ഒരു വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോണിറ്റേഴ്സ്, CRT മോണിറ്റർ, നമ്മളെ കാഥോഡ് റേ ട്യൂബ് ആയിരുന്നു പണ്ടത്തെ ടൈപ്പ് ഓഫ് മോണിറ്റർ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ LED ഉണ്ട്, പിന്നെ LCD മോണിറ്റേഴ്സ് ഉണ്ട്. സോ ഇതെല്ലാം നമ്മൾ ഈ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്ന് പറയുന്ന സെഷനിൽ വരും കേട്ടോ. പിന്നെ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സോഫ്റ്റ് കോപ്പി ആയിട്ടായിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ എന്ത് തരുന്നത്? ഔട്ട്പുട്ട്സ് തരുന്നത്. ഈ മോണിറ്ററിന്റെ സൈസ് നമ്മൾ ഇഞ്ചിലായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഔട്ട്പുട്ട് ഡിവൈസ് നമ്മൾ പഠിച്ചു എന്താണ്? വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. സോഫ്റ്റ് കോപ്പി രീതിയിൽ നമുക്ക് ഔട്ട്പുട്ട്സ് തരുന്ന ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു, CRT മോണിറ്റേഴ്സ്, LCD മോണിറ്റേഴ്സ്, LED മോണിറ്റേഴ്സ് ഒക്കെ നമ്മൾ ഈ വീഡിയോവിനകത്ത് വരും. ഓക്കെ, അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞാൽ LCD പ്രൊജക്ടർ ആണ്. അപ്പോൾ LCD പ്രൊജക്ടർ നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആയിരിക്കും ഇതല്ലേ? LCD പ്രൊജക്ടേഴ്സ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു വീഡിയോയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലെ എന്തെങ്കിലും ഡേറ്റയോ ഒന്നുകിൽ ഒരു സ്ക്രീനിൽ, ഒരു ലാർജ് സ്ക്രീനിൽ, ഒരു ഫ്ലാറ്റ് സർഫസോ, സ്ക്രീൻ തന്നെ വേണമെന്നില്ല, ചുവരിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാൻ പറ്റും. സോ കമ്പ്യൂട്ടറിലുള്ള സാധനങ്ങളെ ഒരു ഫ്ലാറ്റ് സർഫസിലോ ഒരു സ്ക്രീനിലോ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ് LCD പ്രൊജക്ടർ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരു ഒരു ഹൈ ഇൻറ്റൻസിറ്റി ലൈറ്റ് ബീംസ് കാണും. അത് സ്പ്ലിറ്ററിലൂടെ ആയിരിക്കും ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പിന്നെ ഇതിനൊരു ലെൻസും കാണും. ഈ കമ്പ്യൂട്ടറിൽ നിന്ന് വരുന്ന ഡേറ്റ അല്ലെങ്കിൽ ഇതിൽ നിന്ന് വരുന്ന ലൈറ്റ് ബീംസിനെ എല്ലാം ഫോക്കസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ലെൻസും കൂടെ പ്രൊവൈഡഡ് ആയിരിക്കും. ഓക്കെ, ഇതാണ് LCD പ്രൊജക്ടറിന്റെ ഫിഗർ ഇതാണ്. ഓക്കെ, അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് പ്രിന്റർ ആണ്. ഓക്കെ, പ്രിന്ററിലോട്ട് പോകും മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ KS മെന്ററിലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് KSന്റെ ബാച്ചുകൾ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർ എത്രയും വേഗം ജോയിൻ ചെയ്തേക്കാം. ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു വീഡിയോയുടെ നോട്ട് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അവൈലബിൾ ആണ്. ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇതുവരെയും ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ എത്രയും വേഗം ജോയിൻ ചെയ്യുക. ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മുടെ ഡിഗ്രി മെയിൻസ് അതായത് LSGS SI കേരള ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ ഇതിന്റെ ബാച്ചുകൾ കറന്റ് റണ്ണിങ് ആണ്. ഇൻട്രസ്റ്റ് ഉള്ളവർ എത്രയും വേഗം ജോയിൻ ചെയ്യുക. കാരണം നമ്മൾ മെയിൻസ് എക്സാം ഉടനെ തന്നെ വരുന്നുണ്ടല്ലോ. സോ ടൈം പാഴാക്കാതെ എത്രയും വേഗം ജോയിൻ ചെയ്യുക. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലേക്ക് വരാം. പ്രിന്ററാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? പ്രിന്റർ എന്താണ്? പ്രിന്റർ നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ് പ്രിന്റർ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് പ്രിന്റർ യൂസ് ചെയ്യുന്നത്? നമുക്ക് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹാർഡ് കോപ്പി ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ് പ്രിന്റർ എന്നറിയപ്പെടുന്നത്. പ്രിന്റർ രണ്ട് ടൈപ്പ് ഉണ്ട്. ഇമ്പാക്ട് പ്രിന്ററും ഉണ്ട്, നോൺ ഇമ്പാക്ട് പ്രിന്ററും ഉണ്ട്. അപ്പോൾ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഈ രണ്ട് ക്ലാസിഫിക്കേഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഒരു പോർഷൻ ആണ് പ്രിന്റർ. ഔട്ട്പുട്ട് ഡിവൈസിൽ പ്രിന്റർ ബാക്കി ഏത് ഔട്ട്പുട്ട് ഡിവൈസിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ് പ്രിന്റർ. ഇതിനകത്ത് മെയിൻ ആയിട്ട് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് പ്രിന്റർ എക്സാമ്പിൾസ് ആണ്. ഇമ്പാക്ട് പ്രിന്ററിന്റെ എക്സാമ്പിൾ ആൻഡ് നോൺ ഇമ്പാക്ട് പ്രിന്ററിന്റെ എക്സാമ്പിൾസ് ആണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്.
സോ രണ്ട് രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു, ഇമ്പാക്ട് പ്രിന്റർ ആൻഡ് നോൺ ഇമ്പാക്ട് പ്രിന്റർ. എന്താണ് ഇമ്പാക്ട് പ്രിന്റർ എന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഇമ്പാക്ട് പ്രിന്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്പാക്ട് പ്രിന്ററിൽ യൂസ് ചെയ്യുന്ന മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഒരു ഹാമർ കാണും. ഈ ഹാമർ ഈ പേപ്പറിൽ സ്ട്രൈക്ക് ചെയ്ത് ഒരു റിബൺ രീതിയിൽ വന്നിട്ട് ഈ ഒരു പേപ്പറിൽ സ്ട്രൈക്ക് ചെയ്തിട്ട് അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? പ്രിന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ടൈപ്പ് ഓഫ് ഒരു പ്രഷർ കൊടുത്തിട്ട് എന്താണ് പ്രിന്റിങ് വരുത്തുന്ന രീതിയാണ് നമ്മൾ ഇമ്പാക്ട് പ്രിന്ററിൽ ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ ഡോട്ട് മെട്രിക്സ് പ്രിന്റർ എന്തിന് എക്സാമ്പിൾ ആണ്? ഈ ഒരു ഇമ്പാക്ട് പ്രിന്ററിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ ഇമ്പാക്ട് പ്രിന്റർ ഇത് ഇത്രയേ ഉള്ളൂ. എന്നാൽ ഹാമർ യൂസ് ചെയ്യില്ല, അല്ലെങ്കിൽ ഹാമറും പേപ്പറും തമ്മിൽ സ്ട്രൈക്ക് ചെയ്തിട്ടാണ് ഇവിടെ പ്രിന്റ്സ് പ്രൊഡ്യൂസ് ആവുന്നത്. ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞാൽ ഡോട്ട് മെട്രിക്സ് പ്രിന്റർ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പാക്ട് പ്രിന്ററിന് എക്സാമ്പിൾ ആണ് ഡോട്ട് മെട്രിക്സ് പ്രിന്റർ. ഈ പേര് മറന്നു പോകരുത്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് നമ്മൾ പറഞ്ഞു നോൺ ഇമ്പാക്ട് പ്രിന്റർ. നോൺ ഇമ്പാക്ട് പ്രിന്ററിന്റെ കേസിൽ പ്രിന്റർ ഒരിക്കലും പേപ്പറിനെ തൊടുന്നില്ല. പേപ്പറിനെ തൊടാതെ തന്നെ ലേസർ ബീംസ് ഉപയോഗിച്ചും തെർമൽ ടെക്നോളജീസ് യൂസ് ചെയ്തിട്ടുമാണ് ഇവിടെ പ്രിന്റിങ് നടക്കുന്നത്. ഡിഫറെൻറ്റ് ടെക്നോളജീസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇങ്ക് ജെറ്റ് എന്ന് വെച്ചാൽ ഇങ്ക് സ്പ്രേ ചെയ്യുവാണ് ചെയ്യുന്നത്. ഇവിടെ ലേസർ എന്ന് പറഞ്ഞാൽ ലേസർ ബീംസ് യൂസ് ചെയ്തിട്ടാണ് ലേസർ പ്രിന്ററിൽ പ്രിന്റിംഗ് നടക്കുന്നത്. തെർമൽ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ തെർമൽ എനർജി യൂസ് ചെയ്തിട്ടാണ് ഇവിടെ പ്രിന്റിംഗ് നടക്കുന്നത്. അപ്പോൾ ഈ 3 എക്സാമ്പിൾസും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ SCERT ഉള്ള തന്നെയാണിത്. സോ ഇങ്ക് ജെറ്റ്, ലേസർ ആൻഡ് തെർമൽ പ്രിന്റർ എന്തിന് എക്സാമ്പിൾ ആണ്? നോൺ ഇമ്പാക്ട് പ്രിന്ററിന് എക്സാമ്പിൾ ആണ്. ഇവിടെ ഡിഫറെൻറ്റ് ടെക്നോളജീസ് ആണ് യൂസ് ചെയ്യുന്നത്. പ്രിന്റർ ഡയറക്റ്റ് ആയിട്ട് പേപ്പറിൽ സ്ട്രൈക്ക് ചെയ്യുന്നില്ല. സോ ആ ടൈപ്പ് ഓഫ് പ്രിന്ററിനെയാണ് നമ്മൾ നോൺ ഇമ്പാക്ട് പ്രിന്റർ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ പ്രിന്റർ കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ് പ്ലോട്ടർ എന്നറിയപ്പെടുന്നത്. പ്ലോട്ടർ എന്താണ്? പ്ലോട്ടർ ഗ്രാഫുകളും ഡിസൈനുകളും നമ്മുടെ പേപ്പറിൽ പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ് പ്ലോട്ടർ എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ലാർജ് ഫോർമാറ്റിലുള്ള ഗ്രാഫുകളെയും മാപ്പുകളെയും കൺസ്ട്രക്ഷൻ മാപ്പുകളെയും എഞ്ചിനീയറിംഗ് ഡ്രോയിങ്സിനെയൊക്കെ പ്രിന്റ് ചെയ്യാനാണ് ഈ പ്ലോട്ടർ ഉപയോഗിക്കുന്നത്. നമ്മളൊരു വീട് പണിയുവാണെങ്കിൽ ഒരു പ്ലാൻ കാണുമല്ലോ, ആ പ്ലാൻ നമ്മൾ വലിയ ഷീറ്റ് പേപ്പറിലായിരിക്കും പ്രിന്റ് ചെയ്യുന്നത് അല്ലേ. അതുപോലെ തന്നെ വലിയ പോസ്റ്ററുകൾ, അതുപോലെ സൈസ് വലുതായിട്ടുള്ള ഡിസൈനുകളൊക്കെ പ്രിന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ് പ്ലോട്ടർ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി 2 ടൈപ്പ് ഓഫ് പ്ലോട്ടർ ഉണ്ട്. ഡ്രം പ്ലോട്ടർ ഉണ്ട്, ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടർ ഉണ്ട്. അപ്പോൾ പ്ലോട്ടറിന്റെ യൂസ് ഇതാണ്. ഗ്രാഫുകളും ഡിസൈനുകളും എഞ്ചിനീയറിംഗ് വർക്കും പിന്നെ ബിഗ് പോസ്റ്ററും ഒക്കെ പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബേസിക് ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ് പ്ലോട്ടർ. അടുത്ത ഔട്ട്പുട്ട് ഡിവൈസ് ഏതാണ്? ഓഡിയോ ഔട്ട്പുട്ട് ഡിവൈസ്. എന്താണ് ഓഡിയോ ഔട്ട്പുട്ട് ഡിവൈസ്? സ്പീക്കർ അല്ലേ, നമ്മൾ നോർമലി സിമ്പിൾ വേർഡ്സ് പറഞ്ഞ സ്പീക്കർ. എന്തിനു വേണ്ടിയിട്ടാണ് സ്പീക്കർ യൂസ് ചെയ്യുന്നത്? നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്ന് വരുന്ന ഓഡിയോസ് ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഔട്ട്പുട്ട് ഡിവൈസ് ആണ് സ്പീക്കർ എന്ന് പറയുന്നത്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ്? ഓഡിയോ ഔട്ട്പുട്ട് ചെയ്ത് എബിലിറ്റി ഓഫ് കമ്പ്യൂട്ടർ ടു പ്രൊഡ്യൂസ് സൗണ്ട്, ഇത്രയേ ഉള്ളൂ. പിന്നെ സ്പീക്കേഴ്സ് ആർ ദ ഔട്ട്പുട്ട് ഡിവൈസസ് ദാറ്റ് പ്രൊഡ്യൂസസ് സൗണ്ട്. സ്പീക്കേഴ്സ് ആണ് സൗണ്ട് ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബേസിക് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഡിവൈസ്. അപ്പോൾ ഇത്രയും ഔട്ട്പുട്ട് ഡിവൈസസ് ആണ് നമ്മൾ SCERT പോയിന്റ് ഓഫ് വ്യൂവിൽ വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഔട്ട്പുട്ട് ഡിവൈസസ് ഏതൊക്കെയാണ്? വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു, പിന്നെന്താ LCD പ്രൊജക്ടർ ഡിസ്കസ് ചെയ്തു, പ്രിന്റർ, ദെൻ പ്രിന്ററിന്റെ ടൈപ്പ് ഡിസ്കസ് ചെയ്തു, പ്ലോട്ടർ ഡിസ്കസ് ചെയ്തു, ദെൻ ഓഡിയോ ഔട്ട്പുട്ട് ഡിവൈസ് ഡിസ്കസ് ചെയ്തു. പ്രിന്ററിന്റെ കൂട്ടത്തിൽ 3D പ്രിന്ററും ആ ടൈപ്പ് ഓഫ് ഔട്ട്പുട്ട് ഡിവൈസ് ആണ് കേട്ടോ 3D ഇമേജസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻസ് ആണ്. 2 ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു ഏരിയ ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്ന ഈ ഒരു സെഷനിൽ നിന്ന് ചോദിച്ചിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം നമുക്ക്. Which of the following statement is or are true? First one, digitizer is an input device. Second one, plotter is an output device. Joystick is not an input device. അപ്പോൾ ഇത് അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് വേണം? ഞാൻ ഇൻപുട്ട് ഡിവൈസസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൂടെ ഒന്ന് കാണണം. അവിടെ ഞാൻ ഡിജിറ്റൈസറും ജോയിസ്റ്റിക്കിനെയും യൂസസിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ഈ ഡിജിറ്റൈസർ അഥവാ ഗ്രാഫിക് ടാബ്ലറ്റ് എന്ന് പറയുന്നത് ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. പ്ലോട്ടർ ഈസ് ആൻ ഔട്ട്പുട്ട് ഡിവൈസ്, നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ അല്ലേ. പ്ലോട്ടർ ഈസ് ആൻ ഔട്ട്പുട്ട് ഡിവൈസ് ശരിയാണ്. ജോയിസ്റ്റിക് ഈസ് നോട്ട് ആൻ ഇൻപുട്ട് ഡിവൈസ്, ഇൻപുട്ട് ഡിവൈസ് അല്ലെന്നാ പറയുന്നത്. ജോയിസ്റ്റിക് ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ്, ഇൻപുട്ട് ഡിവൈസ് ആണ്. നമ്മൾ ഗെയിംസ് കളിക്കാനും ദെൻ റോബോട്ട്സിൽ സിമുലേറ്റർ ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് ജോയിസ്റ്റിക് എന്ന് പറയുന്നത്. തെറ്റാണ്. നമ്മൾ ചോദിച്ചിട്ടുള്ള ട്രൂ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ശരിയെന്നാണ്? 1ഉം 2ഉം മാത്രമാണ് ശരി. അപ്പോൾ ഓപ്ഷൻ ബി ആണ്. 047/23 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു, ഡിഗ്രി പ്രിലിംസ് ആയിരുന്നു കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഇസ് എ കാറ്റഗറി ഓഫ് ഇമ്പാക്ട് പ്രിന്റർ? ഇതിൽ ഇമ്പാക്ട് പ്രിന്ററിന്റെ കാറ്റഗറിയിൽ വരുന്നത് ഏതാണെന്നാണ്. ഇങ്ക് ജെറ്റ് പ്രിന്റർ ആണോ? ഇമ്പാക്ട് പ്രിന്റർ ആണോ? അല്ല. നമ്മളിപ്പം ഡിസ്കസ് ചെയ്തേ ഉള്ളൂ അല്ലെ. ലേസർ പ്രിന്റർ അല്ല. പ്ലോട്ടർ അല്ല. ഡോട്ട് മെട്രിക്സ് പ്രിന്റർ ഇസ് എൻ എക്സാമ്പിൾ ഓഫ് എൻ ഇമ്പാക്ട് പ്രിന്റർ. ഇമ്പാക്ട് പ്രിന്ററിന്റെ എക്സാമ്പിൾ ഡോട്ട് മെട്രിക്സ് പ്രിന്റർ ആണ്. ബാക്കി ലേസർ പ്രിന്റർ, ഇങ്ക് ജെറ്റ് പ്രിന്റർ, തെർമൽ പ്രിന്റർ, ഇത് 3ഉം എന്തിന് എക്സാമ്പിൾസ് ആണ്?
നോൺ ഇമ്പാക്ട് പ്രിന്ററിന്റെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ സിമ്പിൾ ടോപ്പിക് ആണ് ഈ ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. ഡിവൈസസിന്റെ പേര് പഠിച്ചേക്കുക, ദെൻ അവരുടെ യൂസ് പഠിച്ചേക്കുക. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ KS-ന്റെയും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെയും ബാച്ചുകൾ KS മെറ്റിൽ ഉടനെ ആരംഭിക്കുകയാണ്. താല്പര്യമുള്ളവർ എത്രയും വേഗം ജോയിൻ ചെയ്തേക്കുക. ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ എക്സാമുകളിൽ ഞങ്ങൾക്ക് ഇത്രയധികം റിസൾട്ടുകൾ നേടിയെടുക്കാൻ സാധിച്ചത് എൻഹാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ മെത്തേഡിലൂടെയാണ്. അപ്പോൾ നിങ്ങൾ ഒരു ഉന്നത വിജയം ആഗ്രഹിക്കുന്നുവെങ്കിൽ എത്രയും വേഗം KS മെറ്റിൽ ജോയിൻ ചെയ്യുക. ഡിഗ്രി മെയിൻസിന്റെ LSGS, SI, കേരള ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ ഇത്രയും പോസ്റ്റുകളുടെ മെയിൻസ് ബാച്ചും കറന്റ് റണ്ണിംഗ് ആണ്. താല്പര്യമുള്ളവർ എത്രയും വേഗം ജോയിൻ ചെയ്യുക. ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നോട്ട് ടെലിഗ്രാം ഗ്രൂപ്പിൽ അവൈലബിൾ ആണ്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ എത്രയും വേഗം ജോയിൻ ചെയ്തേക്കാം. ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.